പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. 6th ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റീസ്. നമ്മൾ ഈക്വാലിറ്റി എന്ന് പറയുന്ന സൈൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻസുകളെ ഇക്വേഷൻസ് എന്നുള്ളതാണ് പറയുക. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്, ഈക്വൽ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന എക്സ്പ്രഷൻസുകളെ നമ്മൾ എന്താണ് പറയുന്നത്, ഇക്വേഷൻസ് എന്ന് പറയുന്ന ആശയമാണ്. ഏത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആവാം, ചിലപ്പോൾ അത് എ ആവാം, ചിലപ്പോൾ ബി ആവാം, ചിലപ്പോൾ വൈ ആയിരിക്കാം. എന്തായാലും ആ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് ആണ് എന്തായിട്ട് വരിക, അതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളാണ് അവിടെയെല്ലാം ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ രണ്ട് നമ്പറുകൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഇടയിലോ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിലെ ഏതെങ്കിലും സിമ്പിളുകൾ വരികയാണെങ്കിൽ അത്തരം കാര്യത്തിനെയാണ് നമ്മൾ ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. എന്താണ് ഡെഫിനിഷൻ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, രണ്ട് നമ്പറുകൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിൻ്റെ ഇടയിലോ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിലെ സിമ്പലുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം. അവിടെ നമ്മൾ ഇൻഇക്വാലിറ്റി ഫോം ആയി എന്നുള്ള കാര്യമാണ് പറയുക. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, എക്സാമ്പിൾസുകൾ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിൾസുകളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് അതിന് നമുക്ക് പേരുകളും കൊടുക്കാൻ വേണ്ടി പറ്റും. ആ പേരുകളും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഡെഫിനിഷൻ ആദ്യം നോക്കാം. ടു റിയൽ നമ്പേഴ്സ് ഓർ ടു ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് റിലേറ്റഡ് ബൈ ദ സിമ്പൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആൻ ഇൻഇക്വാലിറ്റി. ഇപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ കാര്യം തന്നെയാണ്. രണ്ട് റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസോ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലെസ് ദാനോ, ഗ്രേറ്റർ ദാനോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയാം ഒരു ഇൻഇക്വാലിറ്റി ഫോമായി എന്നുള്ള ആശയം പറയാം. തൊട്ട് താഴെ എക്സാമ്പിൾസുകളിലേക്ക് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ 3 ലെസ് ദാൻ 5, 7 ഗ്രേറ്റർ ദാൻ 5. ഈ നമ്പറുകൾക്കിടയിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പിളോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിളോ ആണ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം നമുക്കറിയാം 3 എന്ന് പറയുന്നത് ഈക്വൽ ആവുന്നത് 3നോട് മാത്രമാണ്, 5 എന്ന് പറയുന്നത് ഈക്വൽ ആവുന്നത് 5നോട് മാത്രമാണ്. അപ്പം നമ്മൾ രണ്ട് സൈഡിലും 5 ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം മാത്രമേ വരികയുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്പറുകൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ മാത്രമേ വരികയുള്ളൂ. ആ രണ്ട് എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞ് എഴുതാം, 7 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞ് എഴുതാം. നമ്പറുകൾക്കിടയിൽ ഇൻഇക്വാലിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഇൻഇക്വാലിറ്റിനെ വിളിക്കുന്നത് ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റീസ് എന്നാണ്. വളരെ സിമ്പിൾ അല്ലേ? നമ്പറുകൾക്കിടയിലാണ് നമുക്ക് ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ വരികയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഇൻഇക്വാലിറ്റിനെ നമുക്ക് എന്ത് പറയാം? ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്ന് പറയാം. അടുത്ത എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ എക്സ് ലെസ് ദാൻ 5, വൈ ഗ്രേറ്റർ ദാൻ 2, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ നമ്മൾക്ക് ഒരു സൈഡിൽ വാരിയബിൾ എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി രണ്ട് സൈഡിലും വാരിയബിൾ ആവുന്ന രീതിയിൽ വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിളിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന ഇൻഇക്വാലിറ്റീസുകളെ നമ്മൾ പറയുന്നത് ലിറ്ററൽ ഇൻഇക്വാലിറ്റീസ് എന്നാണ്. അപ്പോൾ നമ്പറുകൾക്കിടയിൽ നമ്മൾ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഇൻഇക്വാലിറ്റി ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റിയാണ്. എന്നാൽ ഒരു സൈഡ് വാരിയബിൾ നിൽക്കുന്നതും മറ്റു സൈഡ് നമ്പർ നിൽക്കുന്നതുമായ രീതിയിൽ നമ്മൾ ഇൻഇക്വാലിറ്റീസുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ലിറ്ററൽ ഇൻഇക്വാലിറ്റീസ് ആണ്. ഇനി രണ്ട് സൈഡിലും വാരിയബിൾ നിൽക്കുന്ന രീതിയിലായാലും നമുക്ക് എന്ത് പറയാം? അതിനെ ലിറ്ററൽ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയാം. 3 ലെസ് ദാൻ 5 ലെസ് ദാൻ 7, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇവിടെ നോക്കുക, നിങ്ങൾ നമ്മുടെ ഇൻഇക്വാലിറ്റി ഫോം ചെയ്യണമെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു സിമ്പിൾ വന്നാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരേ സമയം രണ്ട് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടും ഒരേ സിമ്പിൾ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയകാര്യമല്ല, രണ്ട് സിമ്പിൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ഇൻഇക്വാലിറ്റീസിനെ ഡബിൾ ഇൻഇക്വാലിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞു.
ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്താണ് പറഞ്ഞു, ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു, ഡബിൾ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഇൻഇക്വാലിറ്റീസുകൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വ്യത്യസ്തമായ ഡെഫിനിഷൻസുകൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഇൻഇക്വാലിറ്റീസുകളുടെ ഫോം ഞാൻ എഴുതുകയാണ്. അതിനുശേഷം ആ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡെഫിനിഷൻസുകളും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇൻഇക്വാലിറ്റീസിൻ്റെ മറ്റു ഡെഫിനിഷൻസുകളിലേക്കാണ്. കുറേയധികം ഇൻഇക്വാലിറ്റീസുകൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെഫിനിഷൻസുകളും ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കാര്യത്തിലേക്കായിട്ട് പോവാം. നമ്മൾ ആദ്യം 10 ഇൻഇക്വാലിറ്റീസുകളാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എക്സ് പ്ലസ് ബി ലെസ് ദാൻ 0, എക്സ് പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0, എക്സ് പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ സി, എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ സി, എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, പത്താമത്തെ ഇത്രയും ഇൻഇക്വാലിറ്റീസുകൾ മാത്രം ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യാം. 1, 2, അടുത്തത് വരുന്നത് 5, 6, അടുത്തത് വരുന്നത് 10 എന്ന് പറയുന്ന കാര്യം. ഈ ഇൻഇക്വാലിറ്റീസുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, ഇവിടെ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്, സ്ട്രിക്റ്റ് കണ്ടീഷൻസുകളാണ്. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് നിർബന്ധമായും 2നേക്കാൾ താഴെ ആയിരിക്കണം. എന്നാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 അല്ലെങ്കിൽ 2നേക്കാൾ താഴെ ആയാൽ മതി. അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പിൾ വരുമ്പോഴും ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ വരുമ്പോഴും അത് സ്ട്രിക്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ അത്തരം സിമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്ന ഇൻഇക്വാലിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസിൽ നിങ്ങൾ 2 സിമ്പിളാണ് കാണാൻ സാധ്യതയുള്ളൂ, ഒന്നുമില്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ 1, 2, 5, 6, 10 എന്നീ പറയുന്ന ഇൻഇക്വാലിറ്റീസുകൾ എന്താണ്, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസ് ആണ്. അല്ലാത്ത ഇൻഇക്വാലിറ്റീസുകളിൽ നോക്കിയാൽ നിങ്ങൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇൻഇക്വാലിറ്റീസുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ്. ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അതിനൊരു ഇതൊന്നുമില്ല. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഇക്വാലിറ്റി ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ഇൻഇക്വാലിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നു, സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നു. ഇനി 1 മുതൽ 4 വരെയുള്ള ഇൻഇക്വാലിറ്റീസുകൾ നിങ്ങൾ നോക്കുമ്പോൾ അതിലാകെ ഒരു വേരിയബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാണ്, 1 ആണെന്നാണ്. ഇങ്ങനെ പവർ 1 നിൽക്കുമ്പോഴാണ് അതിനെ നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ആശയം പറയാം. അപ്പോൾ അതിന്റെ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 മുതൽ 4 വരെയുള്ള ഇൻഇക്വാലിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാം, ലീനിയർ ഇൻഇക്വാലിറ്റീസ് വിത്ത് 1 വേരിയബിൾ. ഒരു വേരിയബിളിലുള്ള ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണെന്ന് പറയാം. 5 മുതൽ 8 വരെയുള്ള കാര്യം നോക്കുമ്പോൾ എക്സും കാണാം, വൈയും കാണാം. രണ്ടിന്റെയും പവർ 1 ആണ്. അതുകൊണ്ടാണ് അവിടെ ലീനിയർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ 5 മുതൽ 8 വരെയുള്ള ഇൻഇക്വാലിറ്റീസുകളെ നമുക്ക് എന്ത് പറയാം, അപ്പോൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് വിത്ത് 2 വേരിയബിൾസ് എന്ന് പറയാം. ഏതൊക്കെയാണ് വേരിയബിൾ വരിക, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0. 9, 10 ഇൻഇക്വാലിറ്റീസുകളെ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി എന്നുള്ള പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പലിന് പകരം ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് വരികയാണെങ്കിലും ആ ഇൻഇക്വാലിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ആശയം പറയാം. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസുകളാണ് നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഓർമ്മയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതുവരെയായിട്ട് പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസുകൾ എന്താണ്, ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, ഡബിൾ ഇൻഇക്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു, ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 1 വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 2 വേരിയബിൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, ഡബിൾ ഇൻഇക്വാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമുക്ക് കൂടുതലും പ്രോബ്ലം ഓറിയന്റഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 1 വേരിയബിൾ എന്ന് പറയുന്നതിനെ
എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഈ ഒരു കാര്യത്തിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ്റെ ഡെഫിനിഷനാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. എനി സൊല്യൂഷൻ ഓഫ് ആൻ ഇൻഇക്വാലിറ്റി ഇൻ വൺ വേരിയബിൾ ഈസ് എ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് മേക്സ് ഇറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ ആണെങ്കിൽ അതിലൊരു വേരിയബിൾ ഉണ്ടായിരിക്കും. ആ വേരിയബിൾ എന്ന് പറയുന്നതിന് നമ്മൾ വാല്യൂസുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസുകൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നതിൻ്റെ കളക്ഷനാണ് എന്തായിട്ട് വരിക, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. 30x ലെസ് ദാൻ 200 എന്നാണ് ലീനിയർ ഇൻഇക്വാലിറ്റി വരുന്നത്. ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ, അത് എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ എക്സിന് ഞാൻ ആദ്യം 0 കൊടുത്തു. 0 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 0 ലെസ് ദാൻ 200. ഇത് എല്ലായ്പ്പോഴും ശരിയാണ്. 200-നേക്കാൾ താഴെയാണ് 0, എല്ലായ്പ്പോഴും ശരിയാണ്. എക്സിന് 1 കൊടുക്കും, 30 ലെസ് ദാൻ 200, അപ്പോഴും ശരിയാണ്. എക്സിന് 2 അപ്ലൈ ചെയ്യുന്നു, 60 ലെസ് ദാൻ 200, അതും ശരിയാണ്. എക്സിന് 3 അപ്ലൈ ചെയ്യുന്നു, 90 ലെസ് ദാൻ 200, അതും ശരിയാണ്. എക്സിന് 4 അപ്ലൈ ചെയ്യുമ്പോൾ 120 ലെസ് ദാൻ 200, അതും കറക്റ്റാണ്. എക്സിന് 5 അപ്ലൈ ചെയ്യുമ്പോൾ 150 ലെസ് ദാൻ 200, അതും കറക്റ്റാണ്. 6 അപ്ലൈ ചെയ്യുമ്പോൾ 180 ലെസ് ദാൻ 200, അതും കറക്റ്റാണ്. എന്നാൽ 7 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? 210 ലെസ് ദാൻ 200, 200-നേക്കാൾ താഴെയാണ് 210. അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഈ സൊല്യൂഷനിൽ എന്തേ വരുള്ളൂ? 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. 7 തൊട്ട് മുകളിലേക്കുള്ള നമ്പറുകളൊന്നും അതിൻ്റെ സൊല്യൂഷനിൽ കയറി വരികയില്ല. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കണ്ടെത്തുക എന്നറിയുന്നതിന് വേണ്ടിയാണ് മുകളിൽ ഉള്ള സ്റ്റെപ്പുകൾ ഞാനവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എക്സിന് 0 അപ്ലൈ ചെയ്തു, അപ്പോൾ 30 × 0 വരും, ലെസ് ദാൻ 200. അതാണ് 0 ലെസ് ദാൻ 200 കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യവും, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലാണ് നമ്മളതിനെ എവിടെ ഉൾപ്പെടുത്തുകയുള്ളൂ? സൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തുകയുള്ളൂ. സൊല്യൂഷൻസ് പൊതുവെ നമ്മൾ സെറ്റായിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2, 3, 4, 5 എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എക്സിന് ഓരോ വാല്യൂസുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിത് സാധാരണ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റിയൽ നമ്പർ ആകുമ്പോഴുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് റിയൽ നമ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് നമുക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞ് മാത്രമല്ല ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള കാര്യം നോക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത്തരം ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി 1-2 റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻസുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ റൂൾസ് എന്നുള്ള കാര്യമാണ് ആദ്യം പരിചയപ്പെടുത്തുക. അതിനുശേഷം ഇതേ പ്രോബ്ലത്തിനെ തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് റൂൾസുകളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ റൂൾ പറയുന്നത് ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ടു ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി. ഒരു ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഏത് നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരേ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ ഒരേ നമ്പർ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. രണ്ടാമത്തെ റൂൾ പറയുന്നത് എന്താണ്? ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഒരേപോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഏത് നമ്പേഴ്സ് കൊണ്ടും ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ but when both sides are multiplied or divided by a negative number, then the sign of inequality reversed. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് സെയിം പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ ആശയത്തിലാണ്. അതിന് പകരം നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നതെങ്കിൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലേക്ക് മാറുന്നു. ലെസ് ദാൻ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. എപ്പോഴാണ് അങ്ങനെയുള്ളൊരു മാറ്റം സംഭവിക്കുക?
ഒരു ഇന്നീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നെഗറ്റീവായ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇന്നീക്വാലിറ്റിയുടെ ഓർഡർ റിവേഴ്സ് ഓർഡറിലേക്ക് മാറുന്നത്. പോസിറ്റീവായ നമ്പർ ആണെങ്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഈ ഒരു റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ലീനിയർ ഇന്നീക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ എന്ന് പറയുന്ന ആശയം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തൊട്ട് മുന്നേ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞ അതേ ഇന്നീക്വാലിറ്റി തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങൾ. സോൾവ് 30x less than 200 when x is a natural number. എക്സ് നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതുപോലെ എക്സ് ഇൻറ്റിജർ ആകുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇന്നീക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം എഴുതുക. ഇങ്ങനെ ഇന്നീക്വാലിറ്റീസുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ എക്സ് എന്ന് പറയുന്ന കാര്യം മാത്രം നിലനിർത്തുക. മറ്റുള്ള കാര്യത്തിനൊക്കെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് റൂളുകളും ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ 30x ആണ്. അത് എക്സ് മാത്രമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മുടെ സെക്കൻഡ് റൂൾ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായ ഏത് നമ്പർ കൊണ്ടും ഇന്നീക്വാലിറ്റിയുടെ രണ്ട് സൈഡും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, 30x by 30 less than 200/30. 30 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ 200/30, 0 ക്യാൻസൽ ചെയ്യാം. 20/3. ഈ 20/3 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6.66 എക്സെട്ര എങ്ങനെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, എക്സ് ലെസ് ദാൻ 6.66 എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്സ് നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഇതിന്റെ സൊല്യൂഷനാണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. ഇവിടെ അപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം എന്താ, എക്സ് എന്ന് പറയുന്നതിന്റെ വില 6.66 എന്ന് പറയുന്നതിന്റെ താഴെ ആയിരിക്കണം. അപ്പൊ ഈ 6.66ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയാൽ എന്തായി, അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ സെറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്ത് എഴുതാം, സൊല്യൂഷൻ സെറ്റ് ഈസ്, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 1 ആണ്, 2, 3, 4, 5, 6, നെക്സ്റ്റ് 7 ആണ്. പക്ഷേ 6.66ന്റെ താഴെ ആയിരിക്കണം. അതുകൊണ്ട് 6 വരെയാണ് എഴുതാൻ വേണ്ടി പാടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ, 6.66 എന്ന് പറയുന്നതിന്റെ താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും വരും. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കും, സൊല്യൂഷൻ സെറ്റ് ഈസ്. ഇതിന്റെ താഴേക്ക് പോവുക എന്ന് പറയുന്നതിന് യാതൊരു പരിധിയില്ല. -1, -2, -3 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ എക്സെട്ര -2, -1, 0, 1, 2, 3, 4, 5, 6. ഇപ്പോൾ രണ്ട് ക്വസ്റ്റിൻ്റെയും ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ റൂളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ കാര്യമായി എക്സിന് അപ്ലൈ ചെയ്തുകൊണ്ട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ആൻസർ കണ്ടെത്തേണ്ടി വരും. അത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. പക്ഷേ റൂൾ എന്ന് പറയുന്ന ആശയം കിട്ടിയപ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി ഞാൻ റൂൾ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈക്വൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇന്നീക്വാലിറ്റിയിലും കണക്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അത് ഇതിനേക്കാൾ ഒന്നുകൂടി സിമ്പിളാണ്. നമ്മളത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കൂടുതലും അപ്ലൈ ചെയ്യുക ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്കറിയാം, ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നത് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഒരു ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായിരിക്കും, പോസിറ്റീവ് ആണ് ലെഫ്റ്റ് എങ്കിൽ റൈറ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കിടക്കുന്നതെങ്കിൽ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണ് കിടക്കുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇത് ഈക്വൽ കേസിന്റെ കാര്യത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതേപോലെ നമുക്ക് ഇന്നീക്വാലിറ്റിയുടെ കാര്യത്തിലും ചെയ്യാം. ആ ഒരു വ്യൂവിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യത്തിന് 30x less than 200, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമാക്കി നിർത്തുക. എക്സ് മാത്രമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ 30 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് അതിനടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, എക്സ് ലെസ് ദാൻ 200/30 എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നിന്ന് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6.66 എക്സെട്ര എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നോക്കുക, അവിടെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താണ്, ശരിക്കും എക്സ് മാത്രം ലെഫ്റ്റിലേക്ക് നിർത്തുക. ഏത് ചോദ്യം വന്നാലും നമ്മൾ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വലിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ടേമുകളെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ കൊണ്ടുപോകാം. കൊണ്ടുപോകുമ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി, പോസിറ്റീവ് ആയതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആവും,
നെഗറ്റീവ് ആയതിനെ കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആവും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതേ ആശയത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എക്സ് മാത്രം നിൽക്കണമെങ്കിൽ 30 മൾട്ടിപ്ലിക്കേഷനിലാണ്, അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡിവിഷനിലേക്ക് വന്നു. അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ലെസ് ദാൻ 6.66 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സോൾവ് 5x - 3 ലെസ് ദാൻ 3x + 1 when x is an integer, x is a real number. എക്സ് ഇൻറ്റീജർ ആകുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എക്സ് റിയൽ നമ്പർ ആകുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ്. 5x - 3 ലെസ് ദാൻ 3x + 1. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എക്സ് എന്ന് പറയുന്ന ആശയമാക്കി നിർത്തണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എക്സിന്റെ എല്ലാ ടേമുകളും ലെഫ്റ്റ് സൈഡിലേക്ക് നിർത്തുക. അല്ലാത്ത ടേമുകൾ ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 5x എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇത് 3x ആണ്, 3x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്താവും, അത് -3x എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറുന്നു. ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ ഇടുക. ഇവിടെ +1 ഉണ്ട്, അത് അതുപോലെ ഞാൻ താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇവിടുത്തെ -3 എന്ന് പറയുന്നതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +3 എന്ന് പറഞ്ഞ ആശയമാവുന്നു. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേം മാത്രമായി, റൈറ്റ് സൈഡിൽ അല്ലാത്ത ടേമുകളും. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. 5x - 3x എന്ന് പറഞ്ഞാൽ എന്താണ്, 2x ആണ്, ലെസ് ദാൻ 4. എക്സ് മാത്രമായി നിൽക്കണമെങ്കിൽ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അതായത് x ലെസ് ദാൻ 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് x ലെസ് ദാൻ 2. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. സൊല്യൂഷൻ സെറ്റ് ഈസ് x ലെസ് ദാൻ 2 ആണ്, 2നേക്കാൾ താഴെയുള്ള ഇൻറ്റിജർ ആണ് നമ്മൾ നോക്കേണ്ടത്. 2ൽ താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സെട്ര -2 -1 0 1. 2 എന്ന് പറയുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈക്വാലിറ്റി കയറി വരണം. അപ്പോൾ 2 ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് ഏത് വരെ വരുള്ളൂ, 1 വരെയുള്ള കാര്യമാണ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ x ഈസ് എ റിയൽ നമ്പർ. റിയൽ നമ്പർ സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതുമ്പോൾ ഇന്റർവെൽ എന്ന് പറഞ്ഞ ആശയത്തിൽ എഴുതാം, അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്നതിന്റെ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താണ്, 2നേക്കാൾ താഴെ ആയിരിക്കണം എക്സിന്റെ വാല്യൂസ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് ഈസ് ഓഫ് ഓൾ x ബിലോങ്സ് ടു R, x ലെസ് ദാൻ 2. അപ്പൊ അതിൻ്റെതായി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമായി കഴിഞ്ഞു. 2നേക്കാൾ താഴെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എന്തായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക ചെയ്യും. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്, എക്സ് എന്ന് പറയുന്നതിന്റെ വില 2നേക്കാൾ താഴെയാണ്. ഈ 2നേക്കാൾ താഴെ എന്ന് പറയുന്നതിന് വ്യക്തമായ ഒരു പരിധിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റർവെൽ ഫോമിലേക്ക് ആക്കുമ്പോൾ -∞, 2 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് തന്നെ അവിടെയും എന്ത് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞ ആശയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാം. ഓപ്പൺ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യും. പിന്നെ -∞ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള അനന്തതയെ സൂചിപ്പിക്കുന്നു, അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഈ രീതിയിൽ ഇന്റർവെലിന്റെ ഫോമിലും അതിനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം, ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത്, ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. -12x > 30. അതാണ് നമ്മുടെ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ആശയം തന്നിരിക്കുന്നത്. എക്സ് ഇൻറ്റിജർ ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ കിട്ടണം, നാച്ചുറൽ നമ്പർ ആകുമ്പോഴുള്ള സൊല്യൂഷനും കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യുക. -12x > 30. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ -12 എന്ന് പറയുന്ന കാര്യം ശരിക്കും എന്താണ്, മൾട്ടിപ്ലിക്കേഷനിലാണ് നിൽക്കുന്നത്. -12 × x ആണ് -12x വരെ. അപ്പോൾ ഈ -12 എന്ന് പറയുന്ന കാര്യം റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡിവിഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. എക്സ് 30/-12 എന്ന് പറയുന്ന കാര്യമാണ് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരിക. ഞാൻ അവിടെ സിമ്പിൾ ഇട്ടിട്ടില്ല, അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ ഇട്ടിട്ടില്ല. അതിന്റെ കാരണം നമുക്കറിയാം, നെഗറ്റീവായ നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിലാവും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് എന്തായി മാറും, ലെസ് ദാൻ എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറും. ഒന്നുകൂടി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 30/-12 എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ മൈനസ് അതുപോലെ ഇടാം. 30/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എക്സ് ഇൻഡിജർ ആകുമ്പോഴുള്ള സൊല്യൂഷൻ വേണം. അതായത് -2.5ന്റെ താഴെയുള്ള ഇൻഡിജേഴ്സ് ആണ് എന്തായിട്ട് വരിക, സൊല്യൂഷൻ സെറ്റിൽ വരിക. സൊല്യൂഷൻ സെറ്റ് ഈസ് -2.5ന്റെ താഴെയുള്ള ഇൻഡിജർ -3 ആണ്, അതിന്റെ താഴെ -4, അതിന്റെ താഴെ -5, അങ്ങനെയാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താ വരിക, എക്സെട്രാ കോമ -4 -3. -2 എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലാണ് വരിക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ലൈൻ ഒന്ന് ആലോചിച്ചാൽ മതി. 0 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് -1, അടുത്തത് -2, അടുത്തത് -3. ഇതിൽ -2.5 എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയാണ് വരിക. -3ന്റെയും -2ന്റെയും സെൻട്രലാണ് വരിക. അപ്പോൾ ഇതിന്റെ താഴെയുള്ള ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ഏതാ വരിക, -3 ആണ് വരിക. ഒരിക്കലും -2 വരില്ല, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അത് കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് -2.5ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുകയില്ല. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ് എഴുതാറുള്ളത്. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നൾ സെറ്റ് എന്ന് പറയുന്നതിന് ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്, 5 എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 3x + 8 > 2 എന്ന് പറയുന്നതാണ് ഇൻഇക്വാലിറ്റി വരുന്നത്. നമുക്ക് ഇൻറ്റിജർ ആകുമ്പോഴുള്ള സൊല്യൂഷനും വേണം, അതുമാതിരി നാച്ചുറൽ നമ്പർ ആകുമ്പോഴുള്ള സൊല്യൂഷനും വേണം. 3x + 8 > 2. നമുക്ക് എക്സിന്റെ ടേം മാത്രം ലെഫ്റ്റിൽ മതി. അപ്പോൾ 3x > അപ്പോൾ 3x > 2 - 8 +8 ആണ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -8 എന്ന് പറഞ്ഞ കാര്യമായി. അതായത് 3x > 2 - 8 എന്ന് പറഞ്ഞാൽ -6. എക്സ് മാത്രമായി കിട്ടണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. x > -6/3, അതായത് x > -2. ഇനി ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ -2വിന്റെ മുകളിലുള്ള ഇൻഡിജേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ -2വിന്റെ മുകളിലുള്ള എക്സുകളാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. അതായത് -2വിന്റെ മുകളിലുള്ള നമ്പേഴ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്, അത് ഇൻഡിജേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തതിന്റെ കാര്യം എന്ത് പറയാം, സൊല്യൂഷൻ സെറ്റ് ഈസ് -2വിന്റെ മുകളിലുള്ള ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരും, 0 വരും, 1 വരും, 2 വരും, അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. -2വിന്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. സൊല്യൂഷൻ സെറ്റ് ഈസ് 1 വരും, 2 വരും, 3 വരും, എക്സെട്ര. അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അവിടെ സൊല്യൂഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഡെഫിനിഷൻസുകളും അതുമാതിരി തന്നെ കുറച്ച് എക്സാമ്പിൾസുകളുമാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 1 വേരിയബിളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇവിടെ പറഞ്ഞ റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലെ പ്രോബ്ലംസുകൾ വർക്ക് ചെയ്യുന്നത്. ആ റൂൾസുകൾ കൃത്യമായി അറിയണം. അതേമാതിരി ഡെഫിനിഷൻസ് എന്ന് പറയുന്ന കാര്യം കുറച്ചൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് കൂടുതലും വരിക എന്നുള്ള കാര്യം തൊട്ട് മുന്നേ ഞാൻ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോബ്ലത്തിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കഷൻ ശരിക്കും വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ വീഡിയോകളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. എല്ലാം കൃത്യമായിട്ട് തന്നെ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം തൊട്ടടുത്ത വീഡിയോ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യുക തന്നെ വേണം. പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിച്ചെടുക്കുക. ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 1 വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതുമായ അതിൻ്റെ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.